ജമ്മു കശ്മീരിലെ ദോദയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ? ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ? മോദി, ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഈ ധോദയിലെ ദേശ എന്ന് പറയുന്നൊരു വനപ്രദേശത്തിന്റെ സമീപത്താണ് നിലവിൽ ഭീകരരും അതുപോലെ തന്നെ സംയുക്ത സൈനിക വിഭാഗത്തിന്റെ കരസേനയുടെ രാഷ്ട്രീയ റൈഫിൾസും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെ സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇന്നലെ രാത്രി ഈ പ്രദേശത്ത്, ഈ വനപ്രദേശത്ത് ഭീകരരുണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഈ പെട്രോളിംഗ് നടത്താൻ വേണ്ടി ജമ്മു കാശ്മീർ പോലീസിന്റെ ഒരു സംഘവും അതുപോലെ തന്നെ കരസേനാ വിഭാഗത്തിന്റെ രാഷ്ട്രീയ റൈഫിൾസിന്റെ ഒരു സംഘവും കൂടെ എത്തുന്നത്. ആ പെട്രോളിംഗ് സംഘത്തിന് നേരെയാണ് ഭീകരർ വെടിവയ്പ് നടത്തിയത്. പിന്നീട് ഏകദേശം ഒരു 20 മിനിറ്റ് നേരം സൈനികരും അതുപോലെ തന്നെ ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. വെടിവയ്പ് തുടർന്നു. അതിനിടെയാണ് 5 സൈനികർക്ക് പരിക്കേറ്റത്. അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് ചികിത്സയിലിരിക്കുകയാണ്. അതിൽ 4 സൈനികർ വീരമൃത്യു വരിച്ചത്. ആ വീരമൃത്യു വരിച്ച 4 സൈനികരിൽ ഒരു കരസേന മേജർ കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ വനപ്രദേശത്ത് 20 മിനിറ്റ് ഏറ്റുമുട്ടൽ തുടർന്നു. അതിനുശേഷം ആ ദേശ എന്ന് പറയുന്ന വനപ്രദേശത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഈ ഭീകരർ കടന്നു കളഞ്ഞു. അതിനുശേഷം ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിലായിരുന്നു സൈന്യം. എന്തായാലും ഇപ്പോൾ വീണ്ടും കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കരസേന അറിയിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. മാത്രമല്ല, ഈ ദോദയിലെ ദേശ എന്ന് പറയുന്ന ഈ വനപ്രദേശത്തേക്ക് കൂടുതൽ സൈനിക വിഭാഗങ്ങളിലെത്തി അവിടെ മറ്റുള്ള എല്ലാ ഈ ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ അടച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടപടിയും അതുപോലെ തന്നെ ഏറ്റുമുട്ടൽ നടപടികളുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി അർജുൻ.